വളരെ അവിചാരിതമായി എന്ന് തന്നെ പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരില്ല, ചില നിമിത്തങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പം വളരെ അവിചാരിതമായി ഇന്ന് മലപ്പുറത്ത് നിന്ന് വണ്ടി കയറി ഇവിടെ എത്തി, കാസർഗോഡ് എത്തി. ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. നമ്മളത് സർപ്രൈസായിട്ട് പൊട്ടിക്കണം എന്ന് വിചാരിച്ചപ്പോൾ വളരെ സാഹിത്യ രൂപേണ നമ്മുടെ അവതാരകൻ ഇവിടെ അതിഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. താങ്ക് യു. അപ്പോൾ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ ഞാനൊരു പച്ച ഷർട്ട് ഇട്ട് പോരുമ്പോൾ എൻ്റെ വൈഫ് എന്നോട് തമാശ രൂപേണ ചോദിച്ചു, നിങ്ങളെന്താ വല്ല ലീഗിൻ്റെ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ പോകുന്നുണ്ടത്? അതാണ് പറഞ്ഞത്, വളരെ യാദൃശ്ചികം. അപ്പം ഇന്നിവിടെ കല്യാണം ഉണ്ടായിരുന്നു. അതിലുപരി പ്രിയപ്പെട്ട നിങ്ങളുടെയൊക്കെ ഭാഗ്യം, എന്താ പറയുക, നമ്മൾക്കൊരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ നമുക്ക് പാലവും റോഡും തോടും എല്ലാം തരുന്നതിനപ്പുറം ഒരു കലാഹൃദയം കൂടി, അതല്ലെങ്കിൽ ഒരു സാംസ്കാരിക ഹൃദയം കൂടിയുള്ള മനുഷ്യന്മാരെ കിട്ടുക എന്ന് പറയുന്നത് അത് വളരെ അപൂർവമാണ്. അത് മന്ത്രിമാരായാലും അതല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ നമ്മൾ വേർതിരിച്ച് വെക്കുന്ന വിഭാഗത്തിൽ നിന്ന്, അതല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന്, ഡോക്ടർമാരിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ വലിയ സന്തോഷമാണ്. കാരണം അവരുടെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ, അവരുടെ ഇത്രയും എന്താ പറയുക, ഈ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ കലയ്ക്കോ അല്ലെങ്കിൽ സാഹിത്യത്തിനോ കൊടുക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് വളരെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നാട്ടിലെ നജീബ് MLA, കാന്തപുരം നജീബ് MLA പോലെ തന്നെ ഏറെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ കലയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, ഞാൻ എന്തായാലും കലയെക്കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം കലയൊക്കെ ഏറെ സപ്പോർട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ട നിങ്ങളുടെ അഷ്റഫിച്ച, അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കണക്ക് കൂട്ടുന്നു. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ കല എന്ന് പറയുന്ന ഭ്രാന്ത് തലയിലേറ്റി, അതല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ ഈ സംഗതി പടച്ചതമ്പുരാൻ ഇഞ്ചക്ട് ചെയ്ത് വിട്ടപ്പോൾ, സത്യം പറഞ്ഞാൽ മലപ്പുറം എന്ന് പറയുന്ന എൻ്റെ നാട്ടിൽ നിന്ന് നിങ്ങൾക്കറിയാം, ഒരു സിനിമ കാണാൻ അല്ലെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞിരുന്ന വെടിപ്പെട്ടി, ചെകുത്താൻ്റെ പെട്ടി എന്നൊക്കെ പറഞ്ഞ് TV ഒക്കെ കണ്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഞാൻ. അപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു ഭ്രാന്ത് എൻ്റെ രക്തത്തിൽ ചെറുപ്പം മുതലേ അലിഞ്ഞു ചേരുകയും അതിലൂടെ എപ്പോഴും ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, നമ്മുടെ എല്ലാവരും ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ പോകണമെന്ന് ചിന്തിക്കുന്ന ഒരു ഭ്രാന്തും കൂടി ഉള്ളതുകൊണ്ട് സിനിമയിലൂടെ നമുക്ക് ഇതുവരെ പറഞ്ഞ മഹാരഥന്മാർ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള കുറേ എൻ്റർടൈൻമെൻറ്റിനുപരി നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ നമ്മുടെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട്, കാരണം നമ്മളിതിലേക്ക് പിച്ച് വയ്ക്കുന്ന, നിങ്ങൾക്കറിയാം സിനിമ എന്ന് പറയുന്ന മേഖലയൊക്കെ വളരെ അതിഗായകന്മാർ അതല്ലെങ്കിൽ ഒരുപാട് ഭീകരന്മാരൊക്കെ നമ്മൾ പുറം ലോകത്തുനിന്ന് കാണുമ്പോൾ ഭരിക്കുന്ന ഒരിടാണ്. അപ്പം അവിടേക്കൊരു മലബാറിൽ നിന്ന് നമുക്ക് വിഷയം, മലപ്പുറത്ത് നിന്ന് ഒരാൾ കയറി വരുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്തുകൊണ്ട് ഒട്ടേറെ പാട്ടുകൾ, മ്യൂസിക് ആൽബം രംഗത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എൻ്റെ ഷാഫി എപ്പിക്കാട് എന്ന് പറയുന്ന ടൈറ്റിൽ വരുന്നത്. ഒരു 10-60ഓളം പാട്ടുകൾ സംവിധാനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ഏറെ മുകളിൽ നടക്കുന്ന പല പാട്ടുകൾ അതിനകത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കറിയാം സജീർ കൊപ്പം എന്ന് പറയുന്ന ഗായകനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. സജീറിൻ്റെ 10-13ഓളം പാട്ടുകൾ, ആത്മാവിലെ ആനന്ദമേ എന്ന് പറയുന്ന 40 മില്യണോളം ആളുകൾ കണ്ട പാട്ടൊക്കെ സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതിലുപരി ഞാൻ 2 വർഷം മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെക്കൻ എന്ന് പറയുന്ന ഒരു സിനിമ, ഖത്തറിലുള്ള 1-to-1 മീഡിയ എന്ന് പറയുന്ന ഇതുപോലെ കലയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഒരു സിനിമ ചെയ്യാമെന്നുള്ള പ്ലാൻ വെച്ച് ചെക്കൻ എന്ന് പറയുന്ന ഒരു സിനിമ ഞങ്ങൾ പുറത്തിറക്കുകയുണ്ടായി. അപ്പോൾ അവിടെ ഞാൻ ഇതുപോലെ സെലക്ട് ചെയ്തൊരു വിഷയം എന്ന് പറയുന്നത്, നമ്മളിപ്പം വേടൻ എന്നൊക്കെ പറഞ്ഞ് കെട്ടിഘോഷിക്കുകയും മറു സൈഡിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, വേടൻ്റെ വരികളൊക്കെ നമ്മൾ എന്താ പറയുക, ഒരു ഭാഗത്ത് നമ്മൾ കെട്ടിഘോഷിക്കുമ്പോൾ മറുഭാഗത്ത് നമ്മളതിനെ എതിർത്ത് പറയുകയൊക്കെ ചെയ്യുമ്പോൾ, അപ്പോൾ വേടൻ്റെ ജീവിതശൈലി പോലുള്ളൊരു സ്റ്റോറി 2 വർഷം മുമ്പ് ഞാൻ ചെക്കൻ എന്ന പേരിൽ ഒരു സിനിമയാക്കിയിരുന്നു. അത് ഒട്ടേറെ കൊമേഴ്ഷ്യൽ എലമെൻസ് ഒന്നും ഇല്ലെങ്കിലും അതിനകത്ത് ഒരുപാട് പാട്ടുകളുണ്ടായിരുന്നു. ആ പാട്ടുകളും നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കാം. ഒരു കാറ്റ് മുകളിൽ എന്ന് പറയുന്ന പാട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് 3-4 കോടിയോളം ആളുകൾ യൂട്യൂബിലൂടെ കണ്ടൊരു സോങ്ങാണ്. അതുപോലെ മലർക്കൊടിയെ എന്ന് പറയുന്ന പഴയ മാപ്പിളപ്പാട്ടിനെ ഞാനതിൽ റിവ്യൂസിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഇവിടെ സംഭവിക്കാൻ ഇടവരികയും കഴിഞ്ഞ 2 വർഷം മുമ്പുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്, പ്രേം നസീർ സാറിൻ്റെ പേരിലുള്ള അവാർഡ് അടക്കം ഒരുപാട് അംഗീകാരങ്ങൾ അതിന് എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷം കൂടിയൊക്കെ നിങ്ങൾ അറിയിക്കുന്നതോടൊപ്പം, ഇപ്പോൾ പ്രസൻ്റിലി കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കൂടൽ എന്ന് പറയുന്ന നമ്മുടെ ബിബിൻ ജോർജ് നായകനായിട്ടുള്ള ഒരു സിനിമയുടെ തിരക്കഥയും സംവിധാനവും കൂടെ നിർവഹിക്കാനുള്ള ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട്. അതിൽ ഭാഗവാക്കായ അജ്മൽ എന്ന് പറയുന്ന നിങ്ങളുടെ നാട്ടിലെ, എവിടെ അജ്മൽ? വലിയൊരു കലാകാരനാണ്. നിങ്ങളൊക്കെ നാളെ കൈയടിച്ച് ഇവിടെയൊക്കെ ഇരുത്തുന്ന ഒരാളാണ്. ഇപ്പോഴെ തന്നെ അജ്മലിന് ഉദ്ഘാടനങ്ങൾ കൊണ്ട് ഇങ്ങനെ വഴി നടക്കാൻ വയ്യ എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അജ്മലിൻ്റെ ഒരു കമ്പനിയിലൂടെ അല്ലെങ്കിൽ സൗഹൃദത്തിലൂടെയാണ് ഞാൻ കാസർഗോഡ് എത്തുന്നത്. അതിലൂടെയാണ് അടുത്തൊരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ് ചിന്തിച്ചപ്പോൾ
നമുക്ക് ഒരുപാട് സബ്ജക്റ്റുകൾ, ഒരുപാട് സംഗതികളൊക്കെ മുമ്പിൽ വന്നപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ പുഴയിൽ നിന്ന്, ആ ഗംഗവാലി എന്ന് പറയുന്ന പുഴയിൽ നിന്ന് എവിടേക്കെങ്കിലും തെന്നി മാറി മറ്റൊരു സ്ഥലത്ത് പോയി അർജുൻ ജീവിക്കട്ടെ, അതിൽ അർജുൻ മാറി നിൽക്കട്ടെ, വീണ്ടും തിരിച്ചു വരട്ടെ എന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് കോട്ട കെട്ടിയിരുന്ന കുറച്ച് നാളുകളൊക്കെ ഉണ്ടായിരുന്നു ടി വിയിൽ ഇങ്ങനെ വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം വിധിയുടെ വിളയാട്ടം എന്ന് പറയുന്നത് പോലെ പടച്ചവൻ നിശ്ചയിച്ച ആ വിധി പോലെ തന്നെയാണ് സംഭവിക്കുകയുള്ളൂ. അപ്പം നമ്മളെയൊക്കെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം 72 ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ കേരളം നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടമ്മമാർ, നമ്മുടെയൊക്കെ വീട്ടിലുള്ള നമ്മുടെ എല്ലാവരും നമ്മുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ, ഒരു അംഗത്തിൻ്റെ എന്താ പറയുക, നഷ്ടപ്പെടലിലുള്ള വേദന പോലെ ഏറ്റെടുത്ത ആ മനുഷ്യൻ്റെ തിരോധാനം അത് ഇങ്ങനെ അഭ്രപാളിയിൽ എത്തിച്ചാൽ, അതല്ലെങ്കിൽ അത് എന്നും നമുക്കൊന്ന് കാണാൻ, അല്ലെങ്കിൽ വരും തലമുറക്ക് എത്രത്തോളം അത് നമ്മൾ ആ ഒരു സങ്കടം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ ഇങ്ങനെ അജ്മലിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച സമയത്ത് എന്നോട് അജ്മൽ പറഞ്ഞത്, അങ്ങനെ ഒരു സംഭവം നീ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ നീ അത് വേറെ എവിടെയും ചിന്തിക്കേണ്ട, ഞാനൊരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും, കാണാനും കിട്ടാനും ഒക്കെ ചിലപ്പോൾ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, എന്നാലും നമുക്ക് എങ്ങനെയെങ്കിലും ആളുടെ അടുത്ത് എത്താമെന്ന് പറഞ്ഞ് ഇതിന് മുമ്പ് ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു കൂടിക്കാഴ്ചക്ക് പ്രിയപ്പെട്ട നിങ്ങളുടെ MLA യുടെ അടുത്ത് എത്തിപ്പെടാൻ സാധിക്കുകയും അന്ന് വളരെ വലിയ തിരക്കിൽ ആയിരുന്നു അദ്ദേഹം, എന്നാലും അദ്ദേഹം നമുക്ക് ഒരു സമയത്ത് ഇരിക്കാമെന്ന് പറയുകയും ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ മിനിഞ്ഞാന്ന് ഇവിടെ എത്തേണ്ടായിരുന്നു, അപ്പോൾ ഇന്ന് ഇവിടെ എത്തിയപ്പം ഇന്നിവിടെ സംഗതിക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട MLA ഇവിടെ ഗസ്റ്റ് ഹൗസിൽ വരുന്നുണ്ട് എന്നും നമുക്ക് കാണാമെന്ന് പറയുകയും അവിടെ എത്തുകയും അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ തന്നെ നേരെ നിങ്ങളുടെ ഈ മഹത്തായ പ്രോഗ്രാമിൽ എത്തിപ്പെടാൻ സാധിക്കുകയും ചെയ്തു. ഇതാണ് സർവ്വശക്തനുള്ള നന്ദി എന്താ പറയുക ഈ വേദിയിൽ അറിയിക്കുന്നു. ഇവിടെ ഒരുപാട് പ്രസംഗികരുണ്ട്, ഒരുപാട് സെഷൻ ഇവിടെ നടക്കാനുണ്ടാവും. എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടമുള്ള വിഷയം നമ്മുടെ മുമ്പിൽ മൈക്ക് കിട്ടുമ്പോൾ നമുക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല എന്നുള്ളത് കൊണ്ടാണ് നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കുക. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, സത്യം പറഞ്ഞാൽ ഇവിടെ എന്താണ് പരിപാടി എന്നുള്ളത് ഞാൻ ഈ ബാനർ ബാക്കിൽ കാണുമ്പോൾ മാത്രം അറിയുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പം നമുക്ക് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നുമില്ല. എന്നാലും എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, എനിക്ക് മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ യുവത്വത്തിൻ്റെ ഇടയിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു കൂട്ടായ്മ, അതായത് നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ഇന്ന് നമുക്കറിയാം ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്ന മദ്യവും മയക്കുമരുന്നും അടക്കമുള്ള ഈ മാറാവ്യാധി, അതല്ലെങ്കിൽ ഈ വ്യാളിയുടെ പിടുത്തത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ യുവത്വമൊക്കെ ഏറ്റവും കൂടുതൽ കരുതലോടെ ഇരിക്കേണ്ട ഈ സമയത്ത് ഇതിനെതിരെയൊക്കെ ശക്തമായി പോരാടുന്ന, അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിനപ്പുറം നമ്മുടെ സമൂഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഏറ്റവും നന്നായിട്ട് ഗവേഷണം ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പ്രിയപ്പെട്ട മുസ്ലിം സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ MSF-ൻ്റെ അണികളുടെ ഇടയിൽ എനിക്ക് ഇപ്പം അവിചാരിതമായിട്ടെങ്കിലും നിൽക്കാൻ പറ്റിയതുള്ള സന്തോഷം വീണ്ടും അറിയിക്കുന്നതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മുടെയൊക്കെ തലമുറ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ TV-യും സിനിമയും എല്ലാം മാറ്റി നിർത്തി ഇതെന്തോ വലിയൊരു വിപത്താണ്, അല്ലെങ്കിൽ നമുക്കൊന്നും അവരേക്ക് അടുക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിരുന്ന സമയത്തുനിന്ന് മാറി ഇപ്പം നമ്മളൊക്കെ വീണ്ടും എന്താ പറയുക, നമുക്ക് മുമ്പുണ്ടായിരുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. വാര്യംകുന്നൻ്റെ സബ്ജക്റ്റൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി എടുക്കേണ്ട പല സംഗതികളും അതിനെ അപൂർണമായിട്ടോ അതല്ലെങ്കിൽ അംഗവൈകല്യത്തോടു കൂടിയോ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ആളുകൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മാത്രമാണ് ഇതൊക്കെ കണ്ട് വിജയിപ്പിക്കുന്നത്. നമ്മളാണിത് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണുന്നത്, അതല്ലെങ്കിൽ നമ്മളാണിത് മൊബൈലിൽ നമ്മുടെ GB-യും MB-യും കളഞ്ഞുകൊണ്ട് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ കാഴ്ചക്കാർ നമ്മളാണ്. പക്ഷേ ഇത് മേക്ക് ചെയ്യാനോ അതല്ലെങ്കിൽ ഇതിനെ രൂപപ്പെടുത്തുന്ന ഇടത്തോ നമ്മൾ ചെല്ലാതെ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന അല്ലെങ്കിൽ പേക്കൂത്തുകൾ, അതല്ലെങ്കിൽ വികലമാക്കപ്പെടുന്ന രാഷ്ട്രീയങ്ങളും നമ്മുടെ മത ചുറ്റുപാടുകളും നമ്മൾ സാമൂഹ്യ അന്തരീക്ഷങ്ങൾക്കൊക്കെ എതിരെ പ്രവർത്തിക്കേണ്ട തലമുറ നമ്മൾ ഇന്ന് നമുക്കൊരുപാട് മാറ്റം വന്നെങ്കിലും നമ്മുടെ ഒരു കഴിഞ്ഞു പോയ ഒരുപാട് തലമുറയ്ക്ക് ഇതിലൊന്നും ഇടപെടാനോ അതല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാനോ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു അല്ലേ. നമ്മുടെ ഇടയിൽ വിവരമില്ലായ്മ കൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ആവാം ഇതിൽ നിന്നെല്ലാം ഒരുപാട് അകറ്റി നിർത്തപ്പെട്ട സമൂഹത്തിൽ നിന്നും എനിക്ക് പറയാനുള്ളത്, നമ്മളിതിൽ നിന്ന് മാറി നിന്ന് അതല്ലെങ്കിൽ നമ്മളിതിനെ പാടെ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം. നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് മൊബൈലിനെയോ അതിൽ വരുന്ന കണ്ടൻറ്റെയോ അതിൽ വരുന്ന വീഡിയോയോ അതിൽ വരുന്ന ഷോർട്ട് ഫിലിം ആയാലും സിനിമയായാലും പാട്ടുകളായാലും നമുക്കിന്ന് മാറ്റി നിർത്താൻ പാടില്ല. കാരണം നമ്മളത് ഓഫ് ചെയ്താൽ നമ്മളെ മക്കളിരുത്തെങ്കിലും അത് പ്ലേ ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട എൻ്റെ നാട്ടിലെ നാട്ടിക മുസ്ലിയാർ പറയുന്നത് പോലെ, നമുക്ക് ഇന്ന് ആ മീഡിയയെ നമുക്ക് എങ്ങനെ നമ്മുടെ വഴിയിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന നമ്മൾ സംവദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിലേക്ക് നമുക്ക് ആ മീഡിയയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ള ഗവേഷണമാണ് നമ്മൾ നടത്തേണ്ടത്. അല്ലാതെ നമ്മൾ കാലത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ തള്ളിപ്പറഞ്ഞ് ഇതെല്ലാം പേക്കൂത്താണ്, ഇതിനൊരിക്കലും നമുക്ക് പാടില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ നാളത്തെ തലമുറക്ക് അടയാളപ്പെടുത്താനുള്ള ഒരുപാട് ശേഷിപ്പുകൾ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വികലമാക്കപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം അല്ലെങ്കിൽ സത്യത്തിൻ്റെ എന്താ പറയുക 7 അലയത്ത് പോലും വരാത്ത രീതിയിലുള്ള
ഒരു രൂപങ്ങളായിരിക്കും നമ്മുടെ വരാൻ പോകുന്ന സമൂഹം നമ്മുടെ മുമ്പിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ മീഡിയയിൽ നിന്നുകൊണ്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മുടെ ചരിത്രങ്ങളെയും നമ്മുടെ പിൻകാലത്ത് നമ്മുടെ മഹാരഥന്മാർ ചെയ്തിട്ടുള്ള സംഭവങ്ങളെയൊക്കെ, നമ്മുടെ ഭാഷാ സമരങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരുപാട് സംഭവങ്ങൾ, നമ്മുടെ ഖിലാഫത്ത് സംഭവങ്ങൾ പോലുള്ള സംഗതികളൊക്കെ ഇന്നെടുത്ത് ട്രോൾ രൂപത്തിൽ അതല്ലെങ്കിൽ നമ്മുടെ പരിഹസിക്കുന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതൊന്നും അല്ല ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നതും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു നമ്മുടെ പൂർവികന്മാർ ചെയ്തിരിക്കുന്നത് എന്നും നമുക്ക് സമൂഹത്തിന് മുമ്പിൽ കാട്ടിക്കൊടുക്കാൻ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ മീഡിയ എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്, അല്ലേ? നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് സിനിമയിലെ ദൂഷ്യവശങ്ങൾ, അല്ലെങ്കിൽ സിനിമയിൽ കാണിക്കുന്ന മദ്യവും മയക്കുമരുന്നും കൊലപാതകവും നമ്മൾ അനുകരിക്കുമെന്ന് പറയും, അല്ലേ? അപ്പോൾ അതിനൊരു മറുവശം കൂടിയുണ്ട് നമ്മൾ ചിന്തിക്കുക. ഇതിൻ്റെ ഇത്രയും ദൂഷ്യഫലങ്ങളൊക്കെ നമ്മുടെ യൂത്ത് ഒരു തിയേറ്ററിൽ 2 മണിക്കൂർ ഇരുന്ന് കണ്ട് അത് അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ നല്ല വശങ്ങൾ നമ്മൾ ഇവരിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ കൂടെ ഈ മീഡിയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഏത് വസ്തുവിൻ്റെയും നമ്മൾ പഠിക്കുന്നത് പോലെ ഏത് ഒരു സംഭവത്തിൻ്റെയും ഒരു എതിർ അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെയൊക്കെ അകത്തുള്ള നല്ല വശങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ മീഡിയകളുടെ നല്ല വശങ്ങളെ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുകയും അത് വരും തലമുറകളിലേക്ക്, അതല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എത്രത്തോളം മലീനസമായ ചുറ്റുപാടിലേക്കാണോ നമ്മുടെ സമൂഹം ചലിച്ചുകൊണ്ടിരിക്കുന്നത്, അത്രയും മലീനസമായ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നമ്മുടെ കൈകൊണ്ട്, നമ്മുടെ ക്രിയേറ്റിവിറ്റി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇത്തരം മീഡിയകളിലൂടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക എന്ന് ഈ ഒരു സെഷനിലൂടെ ഞാൻ നിങ്ങളുടെ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന അതിഥികളെപ്പോലും എനിക്ക് പൂർണ്ണമായിട്ടും പരിചയമില്ല. എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ സത്യത്തിന് വേണ്ടി, അതല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ഒരു വലിയ തലമുറ തന്നെ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ 3 ദിവസമായിട്ട് ഇതൊക്കെ തന്നെയാവും നിങ്ങളുടെ സബ്ജക്റ്റുകൾ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും കലയും സാംസ്കാരികവും രാഷ്ട്രീയവും മതവും ഒരിക്കലും നമ്മൾ വേർതിരിച്ച് കാണാതെ ഇതെല്ലാം നമുക്ക് വേണം, ഇതിൻ്റെ എല്ലാം നല്ല വശങ്ങൾ മാത്രം നമ്മൾ എടുക്കണം എന്നുള്ള ഒരു മുദ്രാവാക്യമാവട്ടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതുവരെ എന്നെ ഇവിടേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട MLA അടക്കമുള്ള ഇതിൻ്റെ സംഘാടകരോടും MSFൻ്റെ ചുണക്കുട്ടികളായിട്ടുള്ള യൂത്തായിട്ടുള്ള എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.